നമസ്കാരം. ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിച്ചതോടുകൂടി വിശ്വാസികൾ ഒരു സ്ത്രീയെയും ശബരിമലയിലേക്ക് കടത്തിവിട്ടിട്ടില്ല. പക്ഷേ ഉറച്ച സ്വരത്തിൽ ഉറച്ച വാദത്തോടെ മുന്നോട്ട് വരികയാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള മനിതി എന്ന സംഘടന. സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും അവരുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പ്രതിഷേധവും പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മനിതി എന്ന സംഘടന 40ഓളം സ്ത്രീകളുമായി ശബരിമലയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. கண்டிப்பா ஐயப்பனை பார்த்துட்டு தான் திரும்பி வர்றோம் நாங்கள். ஏன்னா நிறைய எங்களோட ஐயப்ப பக்தர்கள் வர்றாங்க. அவங்களுக்கு சப்போர்ட்டஸாக நாங்கள் கொஞ்சம் பேர் போகிறோம். அந்த பக்தர்கள் ஐயப்பனை தரிசிக்கணும்னு விரும்புகிறாங்க. அதனால் அவங்கள தரிசிச்சுட்டு தான் நாங்கள் திரும்புவோம். എന്തു പറഞ്ഞാലും മനിതി എന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. 2016 ഏപ്രിൽ 28 കേരളത്തെ വിറപ്പിച്ച ജിഷ വധത്തോടനുബന്ധിച്ചാണ് തമിഴ്നാട്ടിലെ മറീന ബീച്ചിൽ ഒരു പറ്റം സ്ത്രീകൾ ഒത്തുകൂടുകയും അതിൽ ഡോക്ടർമാരും അഡ്വക്കേറ്റ്സും അതുപോലെ തന്നെ IT വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു മനിതി എന്ന സംഘടന രൂപീകരിക്കുന്നത്. മനിതി എന്ന സംഘടനയുടെ രൂപീകരണത്തിൽ വെച്ച ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക. അത് മരണം വരെയാണെങ്കിലും പ്രശ്നമില്ല. അവർക്കുള്ള അവകാശങ്ങളെ നേടിക്കൊടുക്കേണ്ടത് മനിതിയുടെ ലക്ഷ്യം തന്നെയാണ്. കേരളത്തിലെ ഒരു സുപ്രധാന കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് മനിതി എന്ന സംഘടന രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ശബരിമലയിലേക്ക് കടന്നു വരേണ്ടത് മനിതി എന്ന സംഘടനയുടെ ഏറ്റവും വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സംഭവമായി ഉടലെടുത്ത ഒരു സംഘടനയ്ക്ക് കേരളത്തിലെ മറ്റൊരു സംഭവത്തിൽ അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ കാണിച്ചു കൊടുത്ത് 40ഓളം സ്ത്രീകളുമായിട്ട് ശബരിമലയിലേക്ക് വരേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ്. IT വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം തന്നെ, IT വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ കൂട്ടം തന്നെ മനിതി എന്ന സംഘടനയിലുണ്ട്. മനിതി എന്ന സംഘടനയിലെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി കേരള പോലീസ് തമിഴ്നാട് DGPക്ക് കത്തയച്ചിട്ടുണ്ട്. തുടർന്നായിരിക്കും കേരള പോലീസിന്റെ നടപടികൾ ഉണ്ടാവുക. നേരത്തെ തൃപ്തി ദേശായിയുടെ വിഷയത്തിൽ കേരള പോലീസ് കൈക്കൊണ്ട നടപടി തന്നെയായിരിക്കും ഈ 40ഓളം വരുന്ന സ്ത്രീകളുടെ വിഷയത്തിലും കേരള പോലീസ് കൈക്കൊള്ളുക. അതായത് നിലയ്ക്കലിൽ വരെ സ്വന്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനത്തോടു കൂടി എത്തുകയും നിലയ്ക്കലിന് ശേഷം പോലീസ് സുരക്ഷയോടുകൂടിയായിരിക്കും ദർശനത്തിന് കൊണ്ടുപോകുക. ഇതേ നിലപാട് തന്നെയായിരിക്കും കേരള പോലീസ് എടുക്കുക. എന്നാൽ മനിതി എന്ന സംഘടനയിലെ പ്രവർത്തകർക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് മനിതി സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, 40ഓളം സ്ത്രീകൾ എന്നല്ല, ഇനി എത്ര പേര് വന്നാലും അത് തടയാൻ വിശ്വാസികൾ തയ്യാറായി തന്നെയാണ് ശബരിമലയിലുള്ളത്. ഇതുവരെ സ്ത്രീ പ്രവേശന വിധി വന്നതിന് ശേഷം ഇതുവരെ ഒരു സ്ത്രീയെ പോലും വിശ്വാസികൾ കടത്തിവിട്ടിട്ടില്ല. പക്ഷേ ഈ മനിതി എന്ന സംഘടനയ്ക്ക് മുന്നിൽ വിശ്വാസികൾ മുട്ടുകുത്തുമോ എന്ന ഒരു സംശയവും മാധ്യമങ്ങൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.